കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ നല്ല വചനങ്ങളെ ധ്യാനിപ്പാൻ തമ്പുരാൻ പിന്നെയും ഒരു അവസരത്തെ കൂടി ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊന്ത ചൊല്ലിയാൽ അനുഗ്രഹം പ്രാപിക്കാമെന്ന് ഇന്ന് ഇതര സഭകൾ മനുഷ്യനെ പഠിപ്പിക്കുന്നു. അത് സത്യമോ മിഥ്യയോ? കാരണം ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണത്. മത്തായിയുടെ സുവിശേഷം കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങൾ ഭാരമുള്ള ചുമട് മനുഷ്യരുടെ ചുമലിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നു. ഭാരമുള്ള ചുമട്, അതെ, അവരെക്കൊണ്ട് നിങ്ങൾ പാപം ചെയ്യിപ്പിക്കുന്നു. അനേക സഭകൾ അവരുടെ സഭാതലത്തിൽ അവരുടെ ചില വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യനെ പഠിപ്പിക്കുന്നു. എന്താണ്? കൊന്ത ചൊല്ലിയാൽ അനുഗ്രഹം പ്രാപിക്കും. എങ്ങനെയാണ് കൊന്ത ചൊല്ലിയാൽ അനുഗ്രഹം പ്രാപിക്കുന്നത്? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊന്ത ചൊല്ലിയാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന്. നമ്മളൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ച് പഠിക്കുന്നത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ ജീവിതത്തിൽ അത് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരൊന്നും ചിന്തിക്കണം, അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളല്ല. ഇതൊക്കെയും ഓരോ സഭാ നേതൃത്വങ്ങൾ ആ സഭയിലുള്ളവരെ പഠിപ്പിക്കുന്ന, അവർക്ക് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് എഴുതി, ആ ബൈബിളിന് ഇല്ലാത്ത ചില കാര്യങ്ങളെ എഴുതി ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശമരിയക്കാരത്തെ സ്ത്രീയും യേശുവുമായിട്ട് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ മധ്യേ ആ സ്ത്രീ യേശുവിനോട് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ദൈവത്തെ ആരാധിച്ചു പോന്നിരുന്നത്. നോക്കണമേ, അന്ന് ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നതാണ്, ആ മലയിൽ പോയി ദൈവത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ ദൈവം ആരാധനയിൽ പ്രസാദിക്കുകയുള്ളൂ, അല്ലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തിലൊന്ന് അവർ പുരോഹിതന്മാർ അല്ലെ അന്നത്തെ ആ മത വിശ്വാസികൾ അല്ലെ മത നേതൃത്വം കൊടുക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം. അതുകൊണ്ടാണ് ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. യേശു അവളോട് മറുപടി പറഞ്ഞത് എന്താണ്? അത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. കാരണം ദൈവത്തെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, പിന്നെ എവിടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കാരണം ദൈവം ആത്മാവാണ്. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആരാധനയ്ക്കും മറുപടി തരും. ഇതര സഭകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ മനസ്സിലേക്ക് വിഷം കുത്തി വയ്ക്കുകയാണ്, അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞ്, അല്ലയോ പുരോഹിതന്മാരെ. ആരാണ് പുരോഹിതന്മാർ? സഭയുടെ നേതൃത്വം വഹിച്ച് അവരെ വഴി നടത്തിക്കൊണ്ട് പോകുന്നവർ. അവരെ പിടിച്ച് അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. കൊന്ത ചൊല്ലിയാൽ അനുഗ്രഹം പ്രാപിക്കാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ബൈബിളില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ബൈബിളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കരുത്. ഇന്ന് നമ്മളാ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ നമ്മൾക്ക് ഏറ്റുപറയുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യഹോവയാകുന്ന ദൈവം. ഇന്ന് അനേകർ മനുഷ്യനോട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. ഈ കേൾക്കുന്ന മനുഷ്യൻ, അല്ലെ ഈ പാപങ്ങൾ പറയാൻ ചെല്ലുന്ന മനുഷ്യൻ, പറയുന്ന പാപങ്ങളെ കേൾക്കുന്ന മനുഷ്യൻ ഈ പറയാൻ ചെല്ലുന്ന മനുഷ്യനെക്കാളും കൊടും പാപിയായിരിക്കും. ആ മനുഷ്യനോട് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്? അവരെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? അവരുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ വേണ്ടി അവരാരോടാണ് പറയേണ്ടത്? അപ്പം മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാകത്തില്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ അവകാശമുള്ള ഒരാൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാകുന്ന ദൈവം, യഹോവയാണ് ദൈവം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും മനുഷ്യനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയല്ലേ. മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അനേക ഇതര സഭകളൊക്കെയും മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ അവിടെ ചെന്ന് പറയണം, ഇവിടെ ചെന്ന് എങ്ങും പറയാൻ പോകണ്ട. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകളൊക്കെയും ദൈവത്തിൻ്റെ സ്ഥലത്തിൽ ഓരോ ദിവസവും നമുക്ക് ദൈവത്തോട് പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നമ്മളെ താഴ്മ ധരിക്കണം. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. അപ്പം
എന്ത് പ്രതിക്രിയകൾ നമ്മൾ ഈ ലോകത്തിൽ ലോകപരമായ രീതിയിൽ ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും വിലയുള്ളതല്ല. ഇന്ന് അനേകർ ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അവരുടെ ശരീരത്തിന്മേൽ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ ഇവിടെ പോയി നേർച്ച കാഴ്ചകളെ അവർ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, എൻ്റെ ഇന്ന കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി നിനക്ക് കുറച്ച് പൈസ തന്നേക്കാം. ആർക്കാ കൊടുക്കുന്നത്? ദൈവത്തിനാണോ? അല്ല, ദൈവത്തിനല്ല ഇവർ കൊടുക്കുന്നത്. ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സ്തുതിയും സ്തോത്രവും മാത്രമാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ആ ദൈവത്തിൻ്റെ സമയം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക, നമ്മുടെ കുറവുകളെ അവിടെ പറയുക. നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അതാണല്ലോ സങ്കീർത്തനത്തിൽ പറയുന്നത്. നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിച്ച് തരും. കാരണം ചുമന്നിരിക്കുന്നതിനെ വെളുപ്പിച്ച് തരാമെന്ന്, അല്ലെ ആ കാഠിന്യമായ പാപങ്ങളെ വെളുപ്പിച്ച് തരാമെന്ന് യഹോവയായ ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇതൊക്കെയും. അപ്പോൾ ബൈബിളില്ലാത്ത കാര്യങ്ങളൊക്കെയും ഇന്ന് പലരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ഹൃദയങ്ങളെ അവരെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണല്ലേ, ആവശ്യമില്ലാത്ത നേർച്ച കാഴ്ചകളെ ചെയ്യിച്ച്. അതെ, അവിടെ കൊണ്ട് ഇത്ര രൂപ മുടക്കിക്കഴിഞ്ഞാൽ, അല്ലെ ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെ ഇന്നരെ കണ്ടു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരും, അല്ലെ തങ്ങളുടെ പാപങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും, അല്ലെ തങ്ങളുടെ കുറവുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന്, അല്ലെ തങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് പലരെയും ഇന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ അന്ധവിശ്വാസികളായേക്കുകയാണ്, അവിശ്വാസികളായേക്കുകയാണ്. കാര്യസാധനത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇന്ന് പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കൊന്ത ചൊല്ലുക. പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കൊന്ത ചൊല്ലിയാൽ എങ്ങനെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നു? നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സ്ഥലം നമ്മൾ തന്നെ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ആ പാപം ചെയ്യാതെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് പകർന്നു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ സാധിക്കത്തില്ല. കർത്താവ് പോലും പറഞ്ഞേക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. പക്ഷേ ഇന്ന് ബൈബിളില്ലാത്ത കാര്യങ്ങൾ ഇന്ന് അനേക ഇതര സഭകളൊക്കെയും മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ട് വീണ്ടും കാഠിന്യമാകുന്ന പാപങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു അവസാനം വേണം. മനുഷ്യൻ ചിന്തിക്കണം. നമ്മുടെ സ്വന്തം കുറവുകളെ നമ്മൾക്ക് ദൈവത്തോട് ഏറ്റു പറയാം. അതിന് ആരുടെയും മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, ഒരു മധ്യസ്ഥൻ്റെയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പിതാവിനോട് നമ്മുടെ സകല കാര്യങ്ങളെയും പറയുവാൻ നമുക്ക് അവകാശവും അധികാരമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. നമ്മുടെ കുറവുകളും പോരായ്മകളും തമ്പുരാൻ ക്ഷമിക്കും എന്നുള്ളതാണ്. ഈ നല്ല വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.